കേരള കത്തോലിക്ക സഭയിൽ സമൂഹ നന്മയ്ക്കു വേണ്ടി നിശബ്ദമായ സേവനം ജീവിത ലക്ഷ്യമാക്കിയ ഒരു വൈദികൻ. ക്രിസ്തുവിൻ്റെ ആ മഹാസ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ അഹോരാത്രം പരിശ്രമിക്കുന്ന ഒരു പുരോഹിതൻ, ഫാദർ റോയ് മാത്യു വടക്കേൽ. ശ്രവണ സംസാര വൈകല്യമുള്ള കുട്ടികൾക്കു വേണ്ടി 2011 കാഞ്ഞിരപ്പള്ളി രൂപത ആരംഭിച്ചതാണ് ആശാദീപം. റോയ് അച്ഛൻ്റെ മനസ്സിൽ വർഷങ്ങളായി പ്രാർത്ഥനാപൂർവം കൊണ്ടു നടന്ന ആശയത്തിൻ്റെ പൂർണ്ണ രൂപമാണ് ഈ സ്കൂൾ. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കരുണയുടെ മുഖം തെളിഞ്ഞു കാണാൻ സാധിക്കുന്ന വിധമാണ് ഈ സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. കോകില, കേൾക്കാമോ? ടീച്ചർ ശബ്ദം പറയാം, ശ്രദ്ധിക്കണം. ഇടുക്കി. കേൾക്കാമോ? കോകിലയുടെ ഇയർഫോൺ കേൾക്കാമോ? പറഞ്ഞേ, എന്റെ ഇയർഫോൺ കേൾക്കാം. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് പഴങ്ങളെ കുറിച്ച് പഠിക്കാം. എന്താണ് പഴങ്ങൾ? എല്ലാവർക്കും ഇഷ്ടമാണോ? പഴങ്ങൾ ഇഷ്ടമാണോ? കഴിക്കാറുണ്ടോ? കഴിക്കാറുണ്ട്. നമുക്ക് ടീച്ചർ ഇന്ന് ഒരു പഴത്തിനെ കുറിച്ച് പഠിപ്പിക്കാം. എടുക്കട്ടെ. ഇതെന്താണ്? ഓറഞ്ച്. നമുക്ക് എല്ലാവർക്കും ഓറഞ്ച് ഇഷ്ടമാണ് അല്ലേ? ഓറഞ്ച് ഇഷ്ടമാണ്. ഓറഞ്ച് 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 ഓറഞ്ചിന് എന്ത് രുചിയാണ്! എന്ത് രുചിയാ ഓറഞ്ചിന്? എല്ലാവരും കഴിച്ചിട്ടുണ്ട്. എന്ത് രുചിയാണ് ഓറഞ്ചിന്? ഓറഞ്ചിന് എന്ത് രുചി? നല്ല മധുരമാണോ അതോ എരിവാണോ? എന്താണ് രുചി? മധുരമാണല്ലേ? മധുരവും ചെറിയ പുളിയുമുണ്ട്. എന്താ ജോസ് ഇത്? എന്താ ഇത്? ഓറഞ്ച്. ജോസ് കഴിച്ചിട്ടുണ്ടോ? ഓറഞ്ച് കഴിച്ചിട്ടുണ്ടോ? വിമൽ, മോനുന് ഓറഞ്ച് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ജോസിട്ടും പറഞ്ഞേ, എന്താ ഇത്? ഓറഞ്ച്. ജെയിംസ് പറഞ്ഞേ, ഓറഞ്ച് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. മക്കളെ, എല്ലാവർക്കും സുഖമാണോ? ടീച്ചേഴ്സ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. എല്ലാവർക്കും സുഖമാണോ? സന്തോഷമാണോ? സന്തോഷമാ. എല്ലാവരും കാപ്പി കുടിച്ചോ? കാപ്പി കുടിച്ചു അല്ലേ? എല്ലാവരും കുടിച്ചോ കാപ്പി? ടീച്ചേഴ്സ്, നിങ്ങൾ വളരെ നല്ല ജോലിയാണ് ചെയ്യുന്നത്. ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സ്കൂളിൻ്റെ പേര് ആശാദീപം എന്നാണ്. ഈ സ്കൂളിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഓരോ കുട്ടികൾക്കും പ്രത്യേകമായിട്ടുള്ള ഇൻഡിവിജ്വൽ കെയർ കൊടുത്തുകൊണ്ട് അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ഈ സ്കൂളിലേക്ക് പല കുട്ടികളെയും കൊണ്ടുവരുന്നതിൽ സന്തോഷമുണ്ട്. കുട്ടികളുടെ എന്ത് കുട്ടികൾക്ക് അറിയാം എന്നുള്ള ബേസ് വെച്ചുകൊണ്ട് അതനുസരിച്ച് ഓരോ കുട്ടികൾക്കും പ്രത്യേകമായ കെയർ കൊടുത്ത് അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണ എഴുതാനും വായിക്കാനും ഒന്നും ചിലപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഇവിടെ വരുമ്പോൾ അവർക്ക് എഴുതാനോ വായിക്കാനോ ഒന്നും അറിയത്തുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചുകൊണ്ട് പിന്നെ അതിൽ ബിൽഡപ്പ് ചെയ്ത് ഇപ്പോൾ കുട്ടികളൊക്കെ എഴുതാനും വായിക്കാനും എല്ലാം പഠിച്ചു. അതിനുശേഷം അവരെ ഓരോ ക്ലാസ് ബേസിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. റോയ് അച്ഛനെ കുറിച്ച് പറയുവാണെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ അച്ഛനാണ്. ഞാനിവിടെ എച്ച്എമ്മായിട്ട് ജോലി ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളിലും അച്ഛൻ വളരെ താല്പര്യത്തോടു കൂടി ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യുന്നു. അച്ഛന് സമയം കിട്ടുമ്പോഴെല്ലാം ഇവിടെ വരികയും ഈ കുഞ്ഞുങ്ങളുടെ കാര്യവും ഇവിടുത്തെ പ്രവർത്തനങ്ങളും എല്ലാം വിലയിരുത്തി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലെല്ലാം അച്ഛൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്ഥാപനം വളരെ നന്നായി തന്നെ മുന്നോട്ട് പോകുന്നു. ഇവിടെയുള്ള ഓരോ കുട്ടികൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. പക്ഷേ പ്രത്യേകമായിട്ടുള്ള വിശേഷതയുള്ള ഇവരെ ഞാൻ പരിചയപ്പെടുത്താം. മക്കൾ വന്നേ. ജോസ്, ജെയിംസ് വന്നേ. ഇവര് ട്വിൻസാണ്. പേരെന്താ? പേര് പറഞ്ഞേ. ജെയിംസ് ടോമി, ജോസ് ടോമി. ഇവർ വന്ന സമയത്തൊന്നും ഇവർക്ക് സംസാരിക്കാൻ അറിയത്തില്ല. പപ്പ എന്ന് മാത്രം പറയുമായിരുന്നു. ഇപ്പം വളരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പേരൻസിനൊക്കെ വളരെ സന്തോഷമാണ്. എന്തൊക്കെ പറയും?
പപ്പയുടെ പേരെന്താ? ആ, ടോമി. മമ്മിയുടെ പേരോ? ഫാൻസി. എന്തെല്ലാം പഠിച്ചു? ദിവസങ്ങൾ അറിയാമോ? പറഞ്ഞേ. മിടുക്ക. ഓ, ഇനി എന്താ അറിയാം? നിറങ്ങൾ പറയാൻ അറിയാവോ? പറഞ്ഞേ നിറങ്ങൾ. ആ, ജെയിംസ് പറഞ്ഞു. അല്ല, ആപ്പിളൊക്കെ എന്താ അത്? പഴങ്ങൾ. പഴങ്ങൾ. ആ, എന്നാ പഴങ്ങളുടെ പേര് പറഞ്ഞു. മാമ്പഴം. പിന്നെ പറഞ്ഞു കൊടുക്ക്. എന്താ മാമ്പഴം മാത്രമേ ഉള്ളോ? പഴങ്ങള് ആദ്യം പറഞ്ഞല്ലോ. ആപ്പിൾ. ആ, പിന്നെ ടീച്ചർ പാടി. ഓറഞ്ച്, മുന്തിരി, മാമ്പഴം. ആ, പഴം. വെരി ഗുഡ്. ആ, പഴം. ഇനി പോയി പഠിച്ചോ കേട്ടോ. ക്ലാസ്സിൽ നിന്ന് പഠിച്ചോ. ശരി. ആ, അപ്പൊ നിങ്ങൾ പഠിപ്പിച്ചത് തന്നെ കണ്ടിന്യൂ ചെയ്തോ കേട്ടോ. ആ, മക്കളെ എല്ലാവരും നന്നായി പഠിക്കണം കേട്ടോ. മിടുക്കരാവണം. ഓക്കെ, കുഞ്ഞുങ്ങളായിട്ട് പഠിക്കണം കേട്ടോ. നന്നായി മിടുക്കരായി പഠിക്കണം. ടാറ്റാ. എന്നാ എല്ലാരും ഇവിടെ ശ്രദ്ധിച്ചേ. നമ്മൾ എന്താ പഠിച്ചത്? എന്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്? ഓറഞ്ച്. എല്ലാവർക്കും അറിയാലോ ഓറഞ്ചിനെ കുറിച്ച്? ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്ക് പൈനാപ്പിളിനെ കുറിച്ച് പഠിക്കാം. നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരുണാർദ്രമായ ഭാവമാണ് റോയി അച്ഛൻ്റെ മേൽനോട്ടത്തിലുള്ള ആശാദീപത്തിലും കാണാൻ സാധിക്കുക. പിന്നോക്കം നിൽക്കുന്ന ഒട്ടുമിക്ക കുട്ടികളും ഇന്ന് മികവിൻ്റെ പാതയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആൻഡ്രു, എന്നാ വിശേഷമൊക്കെ? ഇത് എൻ്റെ വളരെ സുഹൃത്തായ ആൻഡ്രുവും ആൻഡ്രുവിൻ്റെ അമ്മ ഷൈനിയുമാണ്. ഷൈനിയെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഏറെ സന്തോഷത്തോടു കൂടിയാണ് പരിചയപ്പെടുത്തുക. ഷൈനി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ജനറിൻ്റെ ഭാര്യയാണ്. വിവാഹത്തിന് മുമ്പ് മുതൽ 22 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ എനിക്കേറെ അടുപ്പവും തുടർന്ന് വളരെ സൗഹൃദവുമുള്ള കുടുംബമായിരുന്നു ജനറിൻ്റേത്. ജനർ വിവാഹിതനായി ആദ്യത്തെ കുട്ടിയായ ആൻഡ്രു അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഏറെ ദുഃഖത്തോടു കൂടിയായിരുന്നു. ആൻഡ്രു എന്നുള്ള ഈ മകൻ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആദ്യത്തെ കൺമണി അവരെ വളരെ ദുഃഖത്തിലാഴ്ത്തുവാൻ ഇടവന്നു. മാനസിക വെല്ലുവിളി നിറഞ്ഞ ഈ കുഞ്ഞിനെ തുടർന്ന് എങ്ങനെ സ്വീകരിക്കണമെന്ന് അവർ അനുഭവത്തിലൂടെ കണ്ടെത്തിയ വലിയൊരു ജീവിത അനുഭവമാണ് ഷൈനിക്കും ജനറിനും ആൻഡ്രുവിനുമുള്ളത്. അത് ഞാൻ പറയുന്നതിനേക്കാൾ എനിക്ക് തോന്നുക ഷൈനി തന്നെ ആ കാര്യങ്ങൾ നമ്മോട് പറയും. ഷൈനി ആ കാര്യങ്ങളൊന്ന് പങ്കുവയ്ക്കാമെന്ന് നോക്കി. ആൻഡ്രു എൻ്റെ ആദ്യത്തെ മകനാണ്. ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ആദ്യത്തെ മകനെ പ്രതീക്ഷിച്ചിരുന്നത്. ഇവൻ ഒരു ഡൗൺ സിൻഡ്രോം കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും മാനസികമായിട്ട് ഞങ്ങൾ വളരെയധികം തകർന്നുപോയി. ഒരു സൈഡിൽ ആളുകളുടെ സഹാനുഭൂതിയോടുള്ളൊരു നോട്ടം, വേറൊരു സൈഡിൽ അയ്യോ ഇങ്ങനെ സംഭവിച്ചല്ലോ, നിങ്ങൾ നല്ല പ്രാർത്ഥനയുള്ള കുടുംബമൊക്കെ ആയിരുന്നല്ലോ, നിങ്ങൾക്കിത് പറ്റിയല്ലോ എന്നൊക്കെ ഓർത്തുള്ള ഒരു അനുകമ്പ, എവിടെ ചെന്നാലും ഒരു കരുണയുടെ ഒരു ഭാവം, എല്ലാം കൂടെ ഞങ്ങളെ വളരെയധികം മാനസികമായിട്ട് തകർത്തു. ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇതുപോലൊരു മകൻ ഞങ്ങൾക്ക് ജനിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അന്നും ഇതുപോലെയുള്ള വൈദികർ, സിസ്റ്റേഴ്സ്, ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ നിന്നു. സാരമില്ല, ഞങ്ങൾ നിങ്ങളുടെ പുറകിലുണ്ട് എന്ന് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. ദൈവം ഞങ്ങളുടെ കയ്യിലേക്ക് ഇവനെ ഏൽപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് നോക്കാൻ കഴിവുണ്ട് എന്ന് ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ തന്നു എന്നത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമായി മാറി. കുറേ നാളിന് ശേഷം മോനെ ആശാനിലയം സ്പെഷ്യൽ സ്കൂളിൽ ചേർത്തു. ആ സമയത്ത് ഞങ്ങളുടെ മമ്മി ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എടുക്കാൻ വേണ്ടി എന്നോട് പറയുകയും ഞാൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മദ്രാസിൽ നിന്ന് എടുക്കുകയും ചെയ്തു. അവിടുത്തെ സിസ്റ്റേഴ്സും വൈദികരുമെല്ലാം, അച്ഛന്മാരുമെല്ലാം, റോയി അച്ഛനുമെല്ലാം വളരെയധികം ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ഒരു കുടുംബത്തിൻ്റെ അംഗത്തിനെ പോലെയാണ് ശരിക്കും എന്നെ കരുതിയതും. മോനൊക്കെ പാലും ഒരു കെട്ട് ഒരു ബാഗും ഒരു ഡ്രസ്സുകൾ 4-5 ജോഡി ഡ്രസ്സും കൊണ്ടാണ് ഞങ്ങൾ ആ സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്നത്.
ഞാൻ വെളിയിലിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാഗ് എടുത്ത് ഇരിക്കുമ്പം സിസ്റ്റേഴ്സ് വന്ന് ആശ്വസിപ്പിക്കുമായിരുന്നു. സിസ്റ്റർമാർ പറയും സാരമില്ല, നീ കൂടെ ഇവിടെ ഇരുന്നോ, ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞ് എന്നെ അവിടെ ഇരുത്തും. അതിനുശേഷമാണ് ഞാൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് പോയത്. ഇതിന് ശേഷം എറണാകുളത്ത് ഞാൻ പോയി. എറണാകുളത്ത് ചെന്നു 10 വർഷത്തോളം ഞാൻ ആ ഫീൽഡിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഈ കാലഘട്ടങ്ങളിലെല്ലാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങളെ നേരിട്ടു. മോനെ കൊണ്ട് എവിടെയെങ്കിലും പോകുമ്പം ഇവൻ്റെ ബിഹേവിയറായിട്ടുള്ള പ്രോബ്ലം എല്ലാം ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഒരു കല്യാണത്തിന് പോവുകയാണെങ്കിൽ ഒരു സമൂഹത്തിൽ ഇവന് തിരക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ഒരു അവസരങ്ങൾ ചെല്ലുമ്പം ശരിക്കും എല്ലാവരുടെയും ഒരു നോട്ടവും, ഞങ്ങളും ചെറുപ്പമാണ്, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും. പക്ഷേ അന്നേരം എല്ലാം ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ഞങ്ങളുടെ സഹോദരങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും ഉണ്ടായിരുന്നു. ഒരുപാട് നിരവധി സുഹൃത്തുക്കൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. എല്ലാവരുടെ ഒരു സപ്പോർട്ട് കൊണ്ട് ഞങ്ങൾ ഇതുവരെ എത്തി. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വന്നു. റോയി അച്ഛൻ്റെ ആശാനിലയം സ്പെഷ്യൽ സ്കൂളിലായിരുന്നു ഇവൻ. ഈ വർഷം തൊട്ട് ഇവിടുത്തെ സ്കൂളിലേക്ക് ഇവൻ മാറി. ഞങ്ങളിപ്പോൾ വളരെയധികം സന്തുഷ്ടരാണ്. മോന് ഒരു സ്കൂൾ ഇതിൽ നിന്നും ഒരു വൊക്കേഷണൽ ആയിട്ടുള്ള ഒരു ട്രെയിനിങ്ങിലേക്ക് മാറ്റിയപ്പോൾ അവനിൽ ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്. ആദ്യം തന്നെ ഇവൻ്റെ ആ സ്വഭാവത്തിൽ പ്രത്യേകം, അതായത് വൊക്കേഷണൽ എന്ന് പറഞ്ഞാൽ ഒരു ജോലി സംബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള വളരെ ഒരു കോൺഫിഡൻസ് ആൻഡ്രൂവിനുണ്ട്. വളരെ ഒരു കോൺഫിഡൻസ് ആൻഡ്രൂവിനുണ്ട്. അപ്പോൾ അത് തന്നെയല്ല, ഇവിടെ നിന്ന് ഓരോ മാസം ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. ആദ്യത്തെ മാസം തന്നെയാണേലും ഇവന് ചെറിയൊരു സാലറി ലഭിച്ചു. അപ്പോൾ അവൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യം. എനിക്കും പറ്റും, അമ്മ എന്നാ വേണ്ടത് നേർച്ചയിടാൻ. സത്യം പറഞ്ഞാൽ ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോയപ്പോൾ അമ്മ നേർച്ചയിടാൻ വേണ്ടി 10 രൂപ ഞങ്ങൾക്ക് എല്ലാവർക്കും 10 രൂപ വെച്ച് മോൻ തന്നു. അവനറിയില്ല 10 രൂപ ഏതാണ് 100 രൂപ ഏതാണെന്നൊന്നും മോൻ അറിയില്ല. പക്ഷേ അവനത് എടുത്ത് തന്നപ്പം ഞങ്ങൾ മനസ്സിലാക്കിയൊരു കാര്യം, അവൻ എന്തുമാത്രം ആത്മവിശ്വാസമായി എനിക്കും പറ്റും എന്നൊരു ചിന്തയാണ് മോൻ അവിടെ ഉണ്ടായത്. പിന്നെ ഇവൻ ഇവിടെ വന്നതിന് ശേഷം ഇവന് നേരത്തെ സ്കൂൾ ലെവൽ എന്ന് പറയുമ്പോൾ എന്നും ബാഗുമായി ഇവൻ പോകുമ്പോൾ അവന് ശരിക്കും മടിയായിരുന്നു സ്കൂളിൽ പോകാൻ വേണ്ടി. മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരേപോലെയായിരുന്നു അവന്. ഇപ്പോൾ തലേ ദിവസം തന്നെ അവൻ ആ ഡ്രസ്സ് എടുത്ത് വെക്കും. എല്ലാം അവൻ്റെ ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് അവൻ വെക്കും. വെച്ച് കഴിഞ്ഞിട്ട് അവന് പിറ്റേ ദിവസം ആകുമ്പോൾ തന്നെ റെഡിയായിട്ട് അവൻ സ്കൂളിലേക്ക് പോരുകയാണ്. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രാവിലെ എഴുന്നേൽപ്പിച്ച് വിടുക എന്നൊക്കെ പറയുമ്പോൾ. ഇപ്പോൾ അവന് ഞങ്ങൾക്ക് സന്തോഷമാണ് രാവിലെ അവൻ സ്കൂളിലേക്ക് ഒരുങ്ങി റെഡിയായിട്ട് പോരുന്നത് കാണുമ്പോൾ. അപ്പോൾ എനിക്കും ജോലിക്ക് പോകണം, അമ്മയ്ക്കും ജോലി പോകുന്നു, അപ്പയ്ക്കും ജോലിക്ക് പോകുന്നു, എനിക്കും പോകണം എന്നൊരു വലിയ സന്തോഷത്തിലാണ് അവന്. അതുപോലെ ഇപ്പോൾ ഇവിടെ വന്ന് ശരിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സെക്കൻഡ് ഹോമാണ്. സെക്കൻഡ് ഹോം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവന് ഒരു സ്ഥലം എൻ്റെ വീട്, രണ്ടാമത്തെ സ്ഥലം ഈ പ്ലേസ്, ഇവിടെയുള്ള സിസ്റ്റേഴ്സ്, ഇവിടുത്തെ സാറ്, നമ്മുടെ അച്ഛൻ, എല്ലാവരും അവനെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷമാണ്. ഞാനിവിടെ കയറി വരുമ്പോൾ രാവിലെ ഇതിലേക്ക് ഇവനെയും ആൻഡ്രൂവിനെയും കൊണ്ട് വരുന്ന സമയത്ത് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് കയറി വരുന്ന ഒരു ഫീലാണ് എനിക്ക് ശരിക്കും തോന്നുന്നത്. അതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ അവരത്ര ഓപ്പണാണ് നമ്മളുടെ അടുത്ത്. മോൻ്റെ കുറവുകളെ അവർ അംഗീകരിക്കുന്നുണ്ട്. എൻ്റെ മോൻ ഇതാണ്. എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു ആകുലത ഇതായിരുന്നു, എൻ്റെ മോനെ എനിക്ക് സേഫായിട്ടുള്ളൊരു സ്ഥലത്താക്കണം. സേഫായിട്ടുള്ള സ്ഥലത്ത് വേണം, അവനെ ഒരു വ്യക്തിയാണെന്ന് അംഗീകരിക്കുന്ന ഒരു സ്ഥലത്തായിരിക്കണം. അവൻ്റെ കുറവുകളെ അംഗീകരിച്ചുകൊണ്ട് അവൻ ഇന്നതാണ്, ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ മകനെ അംഗീകരിക്കുന്ന ഒരു സ്ഥലത്താക്കാൻ എനിക്ക് ഇന്ന് കഴിഞ്ഞത് ഞാൻ വളരെയധികം സന്തോഷമാണ്. അതല്ലെങ്കിൽ അവനെ പഴിചാരിക്കൊണ്ട് അവൻ ഇങ്ങനെയാണെന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ 18 വർഷത്തിനുള്ളിൽ ഞങ്ങൾ ഇവനെ പോറ്റിക്കൊണ്ട് വന്ന ആ ഒരു അതിൽ കൂടി ഞങ്ങൾ നേടിയെടുത്ത ഞങ്ങളുടെ ഒരു ധൈര്യം എല്ലാം ചോർന്നു പോയേനെ. പക്ഷേ അതിന് ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട റോയി അച്ഛൻ എപ്പോഴുമുണ്ട്. എന്ത് വേണം, എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് എപ്പോഴും കൂടെ നിൽക്കുന്ന അച്ഛനുണ്ട്, സിസ്റ്റേഴ്സുണ്ട്. എല്ലാവരെയും ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. ഞാൻ ഷൈനി പറഞ്ഞപ്പോൾ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഷൈനി ഇടയ്ക്കിടയ്ക്ക് എടുത്തു പറഞ്ഞു എൻ്റെ പേരൻസും എൻ്റെ വീട്ടുകാരും. സാധാരണ ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കളോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ളവരോ അവരെ അകറ്റി നിർത്തുന്ന, നിൻ്റെ കുഴപ്പം കൊണ്ടാണ് അല്ലെങ്കിൽ നിൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അകറ്റി നിർത്തുന്ന വലിയൊരു സാഹചര്യം ഇന്ന് സമൂഹത്തിലുണ്ട്. എന്നാൽ സ്വന്തം കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും കൂടെ നിന്ന് അവരുടെ ഈ പ്രത്യേക സാഹചര്യത്തെ തിരിച്ചറിയുവാനും അവരെ വളർത്തിയെടുക്കുവാനും സാധിച്ചു.
അപ്പോൾ അത് നമ്മൾ എടുത്തു പറയുവാനായിട്ട് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. മാതാപിതാക്കന്മാരും കുടുംബാംഗങ്ങളെയും നമ്മൾ ഈ വിധത്തിൽ അഭിനന്ദിക്കുവാനും ഇതുപോലെ ഒരു കുഞ്ഞ് ജനിച്ചാൽ സമൂഹത്തിലേക്ക് അവരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാനും കുടുംബാംഗങ്ങളും പൊതുസമൂഹവും ഏറെ ശ്രദ്ധിക്കണമെന്നുള്ള വലിയൊരു സന്ദേശം ഷൈനി ഇപ്പോൾ പറയുകയായിരുന്നു. അച്ഛൻ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി ഞാൻ അടുത്ത് വന്നത്. ഇപ്പോൾ അച്ഛൻ ഓർപ്പിച്ചത് നന്നായി. ഞങ്ങൾ 10 വർഷമായിട്ട് എറണാകുളത്തായിരുന്നല്ലോ. സ്നേഹനിലയത്തിലായിരുന്നു. അവിടെ മോന് മ്യൂസിക്കിൻ്റെ ട്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് സ്കൂളിൽ വിടുമ്പം പേരൻസായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ എല്ലാ കഴിവുകളും വെളിയിലേക്ക് വരിക, അല്ലെങ്കിൽ ഒരു മ്യൂസിക് ട്രൂപ്പിലൊക്കെ പോകുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അതുപോലെ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം, ഇവൻ്റെ കോൺഫിഡൻസ് ലെവൽ വളരെയധികം കൂടിയിട്ടുണ്ടായിരുന്നു. മ്യൂസിക് ഇവന് ഇഷ്ടവുമാണ്. അപ്പം നമുക്കൊരു മ്യൂസിക് ട്രൂപ്പ് തുടങ്ങിയാലോ, അതിനെക്കുറിച്ചൊന്ന് അച്ഛനോട് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. വളരെ സന്തോഷം. ഞാൻ എപ്പോഴും പേരൻസായി നിങ്ങളോട് പറയുന്നത് പോലെ, നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുത്താൽ ഞാൻ 2 സ്റ്റെപ്പ് അഡീഷണൽ എടുക്കാൻ തയ്യാറാണ്. അപ്പം ആ ഒരു കൂടെ നമ്മളെപ്പോഴും ഉണ്ട്. നമ്മൾ മറ്റ് പേരൻസുമായിട്ടും മറ്റ് നമ്മുടെ പ്രിൻസിപ്പളൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് ഷൈനി അതൊന്ന് കോർഡിനേറ്റ് ചെയ്യുക. അതിന് എന്ത് സപ്പോർട്ടും സഹകരണവും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. തീർച്ചയായും നാളെ തന്നെ ഞാൻ അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും. വളരെ സന്തോഷമായി, എനിക്ക് വളരെ സന്തോഷം. അപ്പം നമുക്ക് അടിച്ച് പൊളിക്കണം. പാട്ടൊക്കെ പാടി. നിന്റെ അപ്പനും പാട്ട് പാടുന്നയാളല്ലേ? അപ്പ പാട്ട് പാടിയല്ലേ? ആനക്കല്ലിൽ പോയി നമുക്ക് പാട്ട് പാടണം കേട്ടോ. അപ്പം പപ്പായും മമ്മിയും പിന്നെ എന്നെ കൊണ്ടുപോകും. നമുക്ക് പോയി അപ്പൊ നമുക്ക് അടിച്ച് പൊളിക്കണം. എന്നാ പിന്നെ കാണാം കേട്ടോ. കയ്യൊന്നും തരുന്നില്ലേ? മണ്ണിനെ സ്നേഹിച്ച് നല്ല മനുഷ്യരാകുക എന്നുള്ള വലിയ ഒരു ചിന്ത നല്ല സമരാൻ ആശ്രമത്തിൻ്റെ ആരംഭം മുതൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 13 സെൻറ്റ് സ്ഥലം ആണ് ദൈവം ആദ്യം നൽകിയതെങ്കിൽ ഞങ്ങളുടെ ആഗ്രഹം ദൈവം സഫലമാക്കിയതിൻ്റെ ഭാഗമെന്ന നിലയിൽ തുടർന്ന് ഏക്കർ കണക്കിന് സ്ഥലം ഇവിടെ വാങ്ങിക്കുവാനും ഈ കാണുന്ന ഇടമെല്ലാം വളരെ ഫലഭൂയിഷ്ഠമാകുന്ന പച്ചക്കറികളും ഗാർഡനുകളുമായി രൂപാന്തരപ്പെടുത്തുവാനും ഇടവന്നിരിക്കുക. കൃഷി ഏതൊരു മനുഷ്യനും മാനസികമായും തെറാപ്യൂട്ടിക്കലായും വളരെ ഒരു ഉന്മേഷം നൽകുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് മാനസിക രോഗികളായ സ്ത്രീകൾ ഇവിടെ താമസിക്കുമ്പോൾ അവരുടെ അനുദിന ജീവിതത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ, അവിടെ പരിചരണത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുവാനുള്ള അവസരം അവർക്ക് കൊടുക്കാറുണ്ട്. ഈ കൃഷിയിടങ്ങളിലൊക്കെയും സിസ്റ്റേഴ്സും ഞങ്ങൾ എല്ലാവരും ഇവരോടൊപ്പം ജോലി ചെയ്യുകയും മണ്ണിനെ അടുത്ത് അറിഞ്ഞ് മണ്ണിൽ ജോലി ചെയ്ത് വിയർത്ത് ശരീരത്തിൻ്റെ അധ്വാനത്തോടു കൂടി ഇവിടെയുള്ള ഫലങ്ങൾ നേടുവാനുള്ള പരിശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമെന്ന നിലയിൽ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, അതുപോലെ തന്നെ ആനിമൽ ഹസ്ബൻഡറി, ഇവയ്ക്ക് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇവിടെ വിവിധ സ്ഥലങ്ങൾ നമ്മൾ തിരിച്ച് പച്ചക്കറിക്ക് ഒരു സ്ഥലം പ്രത്യേകമായി ക്രമീകരിച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് ഗാർഡന് പ്രത്യേകമായ സംവിധാനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആയുർവേദ ഗാർഡൻ നമുക്ക് ഉണ്ട്. വീണ്ടും വാഴത്തോട്ടം 1000-ഓളം വാഴകൾ നമുക്കുണ്ട്. കപ്പ 2000-ലധികമുണ്ട്. വീണ്ടും നമ്മൾ സ്പൈസസിൻ്റെ തന്നെ പ്രത്യേകമായ ഗാർഡനുണ്ട്. അതിൽ തന്നെ 100-300-ഓളം കൊടികൾ നമുക്കുണ്ട്. അപ്പം ഇങ്ങനെ പല വിധത്തിൽ കൃഷിയെ അടുത്തറിയുവാനും കൃഷിയെ സ്നേഹിക്കുവാനും കൃഷിയിലൂടെ അല്ലെ അധ്വാനത്തിലൂടെ ലഭിക്കുന്നതിൻ്റെ ഫലം സമൂഹത്തിൽ വേണ്ടവണ്ണം മനസ്സിലാക്കി കൊടുക്കുവാനും ഇവിടെയുള്ളവർക്ക് അതിൻ്റെ ഫലമെടുക്കുവാൻ, അധ്വാനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുവാൻ, അതിലൂടെ ലഭിക്കുന്ന സൗഖ്യം ഈ ഭവനത്തിലുള്ള മക്കൾക്ക് ലഭ്യമാകുവാൻ ഞങ്ങൾ ആഗ്രഹിച്ച് ഈ ശുശ്രൂഷ ഭവനം മറ്റൊരു വിധത്തിൽ ഒരു തെറാപ്യൂട്ടിക് ഇഫക്റ്റ് നൽകുന്ന വിധത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം പ്രിയപ്പെട്ട നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ എനിക്കേറെ സന്തോഷവും ഏറെ അഭിമാനവുമാണ് ഉള്ളത്. ഇനി ഞാൻ നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. രിജോ ഇങ്ങോട്ടൊന്ന് വരുമോ? ഇത് ബ്രദർ ടിജോ തുണ്ടത്തിൽ.
എൻ്റെ കൂടെ ഈ ഒരു വർഷത്തേക്ക് റീജൻസിക്കായി രൂപതയിൽ നിന്ന് നിയമിച്ചിരിക്കുന്ന ആളാണ്. ടിജോയെ ഞാൻ പരിചയപ്പെടുത്തുന്നതിൽ ഏറെ സന്തോഷവും അഭിമാനവുമാണ് എനിക്കുള്ളത്. മറ്റ് സാധാരണ വൈദ്യ വിദ്യാർത്ഥികളിൽ നിന്ന് വളരെ വ്യത്യസ്തനായി പല വിധത്തിൽ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം അദ്ദേഹം PG എല്ലാം കഴിഞ്ഞ് കട്ടപ്പനയെടുത്ത് ഒരു കോളേജിൽ 4 വർഷം പഠിപ്പിച്ചു. തുടർന്ന് ബ്രില്യൻ്റ് എന്ന് പറയുന്ന പാലായുള്ള സ്ഥാപനത്തിൽ 1 വർഷം ജോലി ചെയ്തു. അപ്പോഴാണ് തൻ്റെ ദൈവവിളി എന്തെന്ന് തിരിച്ചറിയുക. തുടർന്ന് രൂപത മൈനർ സെമിനാരിയിൽ പഠിച്ച് ഫിലോസഫി പഠനം കഴിഞ്ഞ് ഈ 1 വർഷം രൂപതയുടെ പ്രവർത്തനങ്ങളെ പരിചയപ്പെടുവാൻ എൻ്റെ കൂടെ അഭിനന്ദ പിതാവ് ആക്കിയപ്പോൾ ടിജോയെ എനിക്ക് കാര്യമായ പരിചയമൊന്നുമില്ലായിരുന്നു. എന്നാൽ ഈ കൃഷിയിടത്തിൻ്റെയും ഇവിടെയുള്ള ഇതര മൃഗപരിപാലനത്തിൻ്റെയും ഞാൻ ഇടപെടുന്ന എല്ലാ ശുശ്രൂഷ ഭവനങ്ങളുടെയും പ്രവർത്തനങ്ങളിൽ എന്നോട് ഇടങ്കയും വലങ്കയുമായി നിന്ന് സഹകരിക്കുന്നയാളാണ്. ഉപരിയായി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെയുള്ള മെൻ്റലി ചലഞ്ചഡ് കുട്ടികളുടെ ഫാം സ്കൂളുമായി കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും സഹായിക്കുകയും സഹകരിക്കുകയും ഒരു നല്ല കൃഷിക്കാരൻ എങ്ങനെ അധ്വാനിക്കുന്നുവോ അതുപോലെ അധ്വാനിച്ച് കൂടെ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നയാളാണ്. ഞാൻ അധികം ടിജോയെക്കുറിച്ച് പറയുന്നതിനേക്കാൾ ടിജോയ്ക്ക് ഈ വിളിയിലേക്ക് വരുവാനും ആ വിളിക്കുള്ളിൽ തന്നെ നിന്നുകൊണ്ട് തനതായ ശൈലിയിൽ തൻ്റെ പൗരോഹിത്യ വഴികൾ പഠന വഴികൾ കണ്ടെത്തുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ടിജോയെ ഞാൻ പ്രത്യേകം എന്താണ് ഈ ദൈവവിളിയിലേക്ക് ഇങ്ങനെ വരാനുള്ള കാരണം, ഒപ്പം ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മറ്റൊരു സെമിനാരിക്കാരനും ചെയ്യാത്തവണ്ണം ജോലി ചെയ്യുവാനും അത് ചാണകം വെള്ളമൊഴിക്കാനാകട്ടെ, മണ്ണിൽ പണിയാനാകട്ടെ, മൃഗപരിപാലനമാകട്ടെ, മറ്റേത് കാര്യങ്ങളിലും ഒരു ജോലിക്കാരനേക്കാൾ ഉപരി ഒരു 1.5 ആളേക്കാൾ കൂടുതൽ പണി ഒരു ദിവസം ടിജോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉൾവിളിയോ രഹസ്യമോ ഞങ്ങളോടൊന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുമ്പം എനിക്ക് ചെറുപ്പം തൊട്ട് തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു നല്ലൊരു പുരോഹിതനാവുക എന്നത് ചെറുപ്പം തൊട്ട് ആഗ്രഹമാണ്. അപ്പോൾ അതിന് എനിക്ക് ഒരുപാട് ആൾക്കാർ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എങ്കിലും എനിക്ക് തോന്നുന്നു എൻ്റെ പപ്പായും മമ്മിയും സഹോദരങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് എന്നെ സ്വാധീനിച്ച വ്യക്തികൾ. പിന്നെ ഇപ്പം പഠനത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങളിൽ വരുമ്പം ആദ്യം തന്നെ ഓർത്തിരുന്നു ഡിഗ്രി കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുപ്പകാലങ്ങളിൽ അങ്ങനെ പോകാൻ വേണ്ടി അധികം 10th കഴിഞ്ഞപ്പോഴും +2 കഴിഞ്ഞപ്പോഴും അത്ര ചിന്തിച്ചില്ല. പക്ഷേ പിന്നീട് ഡിഗ്രി കഴിഞ്ഞപ്പോൾ ചിന്തിച്ചെങ്കിൽ ഒരു അത്ര തീരുമാനമൊക്കെ പറ്റിയില്ല. പിന്നെ PGക്ക് പോയി. പിന്നെ എന്തായാലും അവിടെ തന്നെ ഞാൻ പഠിച്ച കോളേജിൽ തന്നെ പഠിപ്പിക്കാൻ കയറി. അങ്ങനെ ഒരു 3-4 വർഷം കഴിഞ്ഞു പോയി. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഒരു ഉള്ളിലൊരു ചിന്ത കൂടുകയാണ്. അതായത് എൻ്റെ ശരിക്കും ദൈവവിളി ഏതാണ്, ഇപ്പം പൗരോഹിത്യമാണോ വിവാഹ ജീവിതമാണോ ഏതാണെന്നറിയില്ല. അപ്പം കൂടുതലായിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ എനിക്കൊരു കിട്ടിയ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, പൗരോഹിത്യം എന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ ഞാൻ പിന്നെ വീട്ടിൽ പറഞ്ഞു. വീട്ടുകാർക്ക് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല, സമ്മതമാണ്. പിന്നെ ഇടവക വികാരി അച്ഛനോടും പിന്നെ രൂപത അധ്യക്ഷനായ നമ്മുടെ അറക്കിപിതാവിനോടും പിന്നെ മൈനർ സെമിനാരി ഡയറക്ടറായ വെള്ളമറ്റച്ഛനോടൊക്കെ പറഞ്ഞു. അവർക്കൊന്നും എതിർപ്പില്ലായിരുന്നു. അങ്ങനെ എടുത്തു. നന്നായിട്ട് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഫിലോസഫി കഴിഞ്ഞ് റീജൻസി പീരീഡാണ് അച്ഛൻ്റെ കൂടെ. ഇപ്പം റീജൻസിയെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു റീജൻസി സ്ഥലമാണിത്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്രത്യേകിച്ചൊന്നും എനിക്ക് ചെയ്യാനായിട്ട് എനിക്കില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് ലിഖിതമായിട്ടുള്ള ഒരു ഡ്യൂട്ടി എനിക്കിവിടെ ഇല്ല. പക്ഷേ നമ്മൾ നോക്കിയും കണ്ടും പോകുമ്പം നമുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അത് ഈ സ്ഥാപനത്തിന് വേണ്ടി മാത്രമല്ല, ഈ സ്ഥാപനത്തിന് വേണ്ടിയും അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ഒരുപാട് ആൾക്കാർക്ക് വേണ്ടി ചെയ്യാൻ എന്തൊക്കെയോ ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ നല്ല സമറായൻ ഒരു പുനരധിവാസ കേന്ദ്രമാണ് അമ്മമാരുടെ. അതുപോലെ തന്നെ നമ്മുടെ ഹോം ഓഫീസ് ഇവിടെ ഫിസിക്കലി ചലഞ്ചഡായിട്ടുള്ളവരും മെൻ്റലി ചലഞ്ചഡായിട്ടുള്ളവരുണ്ട്. അവിടെ തന്നെ ബ്ലൈൻഡ്, ഡെഫ് അത്തരം കുട്ടികൾ എല്ലാം ഉണ്ട്. നമുക്ക് ഈ കുഞ്ഞുങ്ങളോടൊപ്പം ജീവിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ചിലപ്പോൾ കമ്പയർ ചെയ്യാറുണ്ട്. അതായത് മറ്റൊരു റീജൻസിക്ക് കിട്ടാത്ത എന്തൊക്കെയോ ഒരു സൗഭാഗ്യം എനിക്കുണ്ട്. കാരണം ഇപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ സ്കൂളാണെങ്കിൽ സ്കൂൾ മാത്രമായിരിക്കും, കോളേജാണെങ്കിൽ കോളേജ് മാത്രമായിരിക്കും. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു ഓഫീസാണെങ്കിൽ ഓഫീസിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. പക്ഷേ ഞാൻ ഇവിടെ എനിക്ക് നോക്കുമ്പോൾ എനിക്ക് അതല്ല, എനിക്ക് ഒരുപാട് ടൈപ്പ് വ്യക്തിത്വങ്ങളോട് ബന്ധപ്പെടാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ കൃഷി, ഇവിടുത്തെ ഈ ചേട്ടന്മാർ ചേച്ചിമാർ
പിന്നെ ഇവിടെ ഒരുപാട് മൃഗങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി ഇവിടെ ഡ്യൂട്ടി എന്ന് പറയാൻ പറ്റത്തില്ല, സേവനം ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെ. അപ്പം ഈ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ മനസ്സിന് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ അവർ ചിലപ്പം നമ്മളെ കാണാൻ പറ്റാത്ത ബ്ലൈൻഡായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഒരിക്കൽ കേട്ട സ്വരം പിന്നീട് നമ്മൾ ഒരു പേര് വിളിക്കുമ്പോൾ അവർ ബ്രദർ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു എൻ്റെ ഉള്ളിലൊരു ഫീൽ, നല്ലൊരു ഫീൽ വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഒരിക്കൽ കേട്ട ഒരു സ്വരം അവർ പിന്നീട് തിരിച്ചറിയുമ്പോൾ ചിലപ്പോൾ കണ്ണുള്ള നമുക്ക് ചിലപ്പം പലവട്ടം കണ്ടാലും ഒരു വ്യക്തിയെ അറിയാൻ പറ്റാണ്ട് പോകുമ്പോഴും അവർ ആ ഒരു സ്വരത്തിൽ അറിയപ്പെടുന്നു. അതിപ്പോൾ ഒരുപാട് പിള്ളേരുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ സൗഭാഗ്യങ്ങളുണ്ട്. പിന്നെ ഇവരോട് ജീവിക്കാൻ പറ്റുന്നത് വളരെ സന്തോഷമുണ്ട്. അവരുടെ പേരൻസിനോട് സംസാരിക്കാൻ പറ്റുന്നത്, പിന്നെ നമ്മുടെ ഫാം സ്കൂളിലെ കുഞ്ഞുങ്ങളോടൊപ്പം ജീവിക്കുന്നത്. ഇവിടുത്തെ അമ്മമാരൊക്കെ ഇവിടെ അമ്മമാരുണ്ട്, ഒരുപാട് 130 മിച്ചം അമ്മമാരുണ്ട്. ഇവരോടൊക്കെ ജീവിക്കുമ്പോൾ ഇവർക്ക് വേണ്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ സന്തോഷമുണ്ട്. അതുപോലെ ഇനിയായാലും ചെയ്യണം എന്നൊരു തോന്നലുണ്ട്. അതായത് അതുകൊണ്ട് തന്നെ നമുക്കൊരു മടുപ്പ് തോന്നുന്നില്ല ഇവിടെ ചെയ്യുമ്പോൾ. ഞാൻ രാവിലെ 8:30 വരും, വൈകിട്ട് ഇവിടുന്ന് പോകുമ്പോൾ മിക്കവാറും തന്നെ ഇപ്പോൾ ഒരു 5 മണിക്ക് പോകണം തീരുമാനിച്ച പോലും പോകുമ്പോൾ ഒരു 7 മണിയാവും. അങ്ങനെ എന്തായാലും ഞാൻ വളരെ സന്തോഷമായിട്ടാണ് ഈ ഒരു കാലഘട്ടം അത്രയും വന്നത്. അപ്പം എനിക്കതിൽ നമ്മുടെ ഇത്ര കാലം പരിപാലിച്ച് നടത്തുന്ന ദൈവത്തോട് അതുപോലെ വളരെയധികം നന്ദിയും അനുദിനം ഞാൻ നന്ദി പറയാറുണ്ട്. ഒപ്പം പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ട്. കാരണം ചില പൗരോഹിത്യത്തിൻ്റെ വഴിയാണ്, ദൈവവിളി നമുക്ക് പുരോഗതിനായിട്ടില്ല, ആ ഒരു പ്രോസസ്സ് മീൻസ് ആ ഒരു വഴിയിലാണ്. അപ്പം ഞാൻ എപ്പോഴും ദൈവത്തോട് ചോദിക്കാറുണ്ട്, ഇപ്പം ദൈവം എൻ്റെ വിളി ഇത് തന്നെയാണോ, എനിക്ക് വ്യക്തമാക്കി തരണം. കാരണം വെച്ചാൽ ആവുകയാണെങ്കിൽ ഒരു നല്ല പുരോഗതിനായിട്ട് ആവണം, അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം തന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നുമുണ്ട്. നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ പൗരോഹിത്യ വഴിയിൽ വ്യത്യസ്തനായ ഒരാളെ നമ്മൾ പരിചയപ്പെടുകയാണ്. താൻ പഠിച്ച് വലിയ ഒരു കോളേജിൽ നല്ല ജോലി ലഭിച്ചു എങ്കിലും അത് അല്ല ജീവിതത്തിൽ പ്രധാനപ്പെട്ടതെന്നും ദൈവം തന്നെ വിളിക്കുന്ന വിളി പൗരോഹിത്യത്തിൻ്റെ പാതയാണ് എന്നും അത് ജീവിതയാത്രയിൽ റീജൻസിയിലേക്ക് വരുമ്പോൾ അതിലും വളരെ വ്യത്യസ്തനായിട്ടാണ് പെരുമാറുക. ഇവിടെ ബാച്ചിൽ 10ഓളം ആൾക്കാരുണ്ടെങ്കിലും അവർ പലരും തിരഞ്ഞെടുക്കാത്ത വഴിയിൽ അത് ഒരു മിനിമം ജോലിയായി ഒരു സൂപ്പർവൈസറെ പോലെ നോക്കിപ്പോകാമെങ്കിലും അതല്ല, ഇത് ഇവരുടെ കൂടത്തിൽ പണി ചെയ്ത് ഇവരെപ്പോലെ ഒരാളായി നിന്നുകൊണ്ടാണ് എൻ്റെ എല്ലാ ആബ്സൻസിലും എല്ലാ കാര്യങ്ങളും നേതൃത്വം കൊടുക്കുക. അപ്പോൾ ഇതാണ് പുരോഹിത ജീവിതത്തിലേക്കുള്ള വിളിയെന്നും പുരോഹിതൻ്റെ പ്രഥമമായ ഡ്യൂട്ടി പരാശ്രയം വേണ്ടവന്, ശ്രദ്ധ വേണ്ടവന്, കൂടെ നിൽക്കേണ്ടവന് കൂടെ നിൽക്കുവാനും അവനെ കേൾക്കുവാനും കാതില്ലെങ്കിലും കണ്ണില്ലായെങ്കിലും കേൾക്കുവാനും കാണുവാനും സാധിക്കുമെന്നുള്ള തിരിച്ചറിവ് നമുക്ക് നൽകുകയാണ്. അപ്പോൾ ബ്രദർ ടിജോയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു.